കേരളത്തിൽ എൽഡിഎഫ് വൻ വിജയം നേടുമെന്ന് സിപിഎം. പശ്ചിമബംഗാളിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കും. ബിജെപിയെ ഒറ്റപ്പെടുത്തുകയും തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയും ലക്ഷ്യം. തെരഞ്ഞെടുപ്പിൽ 21ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച നയം തുടരുമെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. പശ്ചിമബംഗാൾ, കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആസാം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് ഉടൻ നടക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ 2 ദിവസം നീണ്ട കേന്ദ്ര കമ്മിറ്റി യോഗം വിശദമായി ചർച്ച ചെയ്തു. 21ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ അടവ് നയത്തിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടും. കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ എൽഡിഎഫ് വിജയം നേടും. യുഡിഎഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിലും അഴിമതിയിലും പ്രതിഷേധിച്ച് കേരള ജനത എൽഡിഎഫിന് പിന്നിൽ അണിനിരന്നു കഴിഞ്ഞുവെന്നും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തി. In Kerala, we consider there's a very conducive atmosphere for the left. The Congress-led UDF, United Democratic Front in the state, and we are finalizing the arrangements for a very decisive victory. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ എതിരാളി. സംസ്ഥാനത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കണം, മമത നടത്തുന്ന വർഗീയ ധ്രുവീകരണത്തിനെതിരെ പോരാടണം. ഇതിനായി ജനാധിപത്യ ശക്തികളുടെ ഏകീകരണമാണ് സിപിഐഎം ലക്ഷ്യമിടുന്നതെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. The CPM will seek the support of all democratic forces in Bengal. ജെഎൻയുവിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന അതിക്രമത്തെ അപലപിച്ച കേന്ദ്ര കമ്മിറ്റി യോഗം ആർഎസ്എസും ബിജെപിയും ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാനും തീരുമാനിച്ചു. 6 ഇടതു കക്ഷികൾ സംയുക്തമായി പ്രക്ഷോഭം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജെഎൻയു പ്രക്ഷോഭം വിദ്യാർത്ഥികൾ ക്യാമ്പസിന് പുറത്തേക്കും വ്യാപിപ്പിക്കുന്നു. കനയ്യകുമാറിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ ജെഎൻയു വിദ്യാർത്ഥികൾ വൻ പ്രകടനം നടത്തി. മണിക്കൂറോളം നഗരം സ്തംഭിച്ചു. ദില്ലി യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ SAR ഗിലാനിയെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കും വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി. ഗിലാനിയെ തിഹാർ ജയിലിലേക്ക് മാറ്റി. കള്ളക്കേസ് ചുമത്തപ്പെട്ട് റിമാൻഡിലായ കനയ്യയ്ക്ക് വേണ്ടി ആയിരക്കണക്കിന് ജെഎൻയു വിദ്യാർത്ഥികളാണ് ദില്ലി വീതികളിലേക്ക് ഇറങ്ങിയത്. പ്രകടനത്തിന് നേരത്തെ തന്നെ ദില്ലി പോലീസ് അനുമതി നിഷേധിച്ചെങ്കിലും വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ചെറുക്കാനായില്ല. ദില്ലി മണ്ഡി ഹൗസ് മെട്രോ സ്റ്റേഷൻ സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ജന്തർ മന്ദറിലേക്ക് നീണ്ടു. ജെഎൻയു അധ്യാപകരും രാജ്യത്തെ വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളും പ്രകടനത്തിനെത്തി. കനയ്യക്കെതിരെ രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിനെതിരെ ബാനറുകളും ഫ്ലെക്സുകളും വിദ്യാർത്ഥികൾ ഉയർത്തി. ഇടതുപക്ഷ നേതാക്കളും വിവിധ സാംസ്കാരിക പ്രവർത്തകരും വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. അഫ്സൽ ഗുരു അനുസ്മരണത്തിന്റെ പേരിൽ ദില്ലി യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ SAR ഗീലാനിയെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കും പ്രകടനം നയിച്ചു. ജെഎൻയു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നിലപാട് രാജ്യത്തെ തകർത്തുവെന്ന് ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘം രാഷ്ട്രപതിയെ കണ്ടു. തൊട്ടു പിന്നാലെ ദില്ലി മുഖ്യമന്ത്രി കേജ്രിവാളും കേന്ദ്ര സർക്കാർ നടപടിയിലെ പ്രതിഷേധം രാഷ്ട്രപതിയെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പട്യാല ഹൌസ് കോടതിയിൽ ബിജെപി അഭിഭാഷകർ നടത്തിയ ആക്രമണത്തിൽ സുപ്രീം കോടതിയും ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയും ആശങ്ക രേഖപ്പെടുത്തി. അഭിഭാഷകർ മാന്യത പുലർത്തണമെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ഇന്നലെ പട്യാല കോടതിയിൽ സുപ്രീം കോടതി നിയോഗിച്ച 5 അംഗ അഭിഭാഷക സംഘം 2 മണിക്ക് റിപ്പോർട്ട് നൽകി. ദില്ലി പോലീസിന്റെയും ദില്ലി ഹൈക്കോടതി രജിസ്ട്രാറുടെയും റിപ്പോർട്ട് സുപ്രീം കോടതി തേടി. നാളെ കേസ് വീണ്ടും പരിഗണിക്കാൻ തീരുമാനിച്ചു. അക്രമത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ അറിയിച്ചു. അതേസമയം അക്രമത്തിന് നേതൃത്വം നൽകിയ BJP MLA OP ശർമ്മയെ പോലീസ് ചോദ്യം ചെയ്തു. BJP പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതി ബഹിഷ്കരിച്ചു. അസോസിയേഷന്റെ നിലപാട് ഏകപക്ഷീയമാണെന്ന് ആരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ അഭിഭാഷക പരിഷത്ത് രംഗത്തെത്തിയത് കോടതി വളപ്പിൽ അല്പനേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. അഭിഭാഷകർ ഹൈക്കോടതിക്ക് മുന്നിലും പ്രകടനം നടത്തി. പട്യാല ഹൌസ് കോടതിയിൽ നടന്ന സംഭവങ്ങളിൽ പ്രതിഷേധിച്ചും ജെഎൻയുവിനെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. KK ജയചന്ദ്രൻ MLA മാർച്ചിനെ അഭിസംബോധന ചെയ്യവേ ഒരു സംഘം BJP പ്രവർത്തകർ അഭിഭാഷകരെ മർദ്ദിച്ചു. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് ബാർ അസോസിയേഷന്റെ തീരുമാനപ്രകാരമായിരുന്നു കോടതി ബഹിഷ്കരണം. ഇതേ തുടർന്ന് അഭിഭാഷകർ കോടതിക്കുള്ളിൽ പ്രകടനവും നടത്തി. ഇതേ തുടർന്ന് ബാർ അസോസിയേഷന്റെ നിലപാട് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി BJPയുടെ നേതൃത്വത്തിൽ അഭിഭാഷക പരിഷത്തും രംഗത്തെത്തി. അസോസിയേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. ഇരുവിഭാഗങ്ങളും മുദ്രാവാക്യം മുഴക്കിയത് അല്പനേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. അഭിഭാഷകരെ മർദ്ദിച്ചതുകൊണ്ടാണ് കോടതി ബഹിഷ്കരിച്ചതെന്നും ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ലെന്നും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KP ജയചന്ദ്രൻ പറഞ്ഞു. ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നടത്തിയ സമരമല്ല. ഇന്ത്യയിലെ മുഴുവൻ അഭിഭാഷക സമൂഹത്തെയും പ്രതിനിധീകരിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളുടെ ആളുകളായി പ്രതിഷേധ സമരം നടത്തിയവരാണ്. മറുഭാഗത്ത് അഭിഭാഷകനുണ്ടായിരുന്നു എന്ന് സുരേഷ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ അക്ഷരം പ്രതി മാനിക്കുന്നു.
അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ മർദ്ദിച്ചതിലുള്ള പ്രതിഷേധമാണ്. ആരെങ്കിലും അവരെ മർദ്ദിച്ചെങ്കിൽ അതിലും ബാർ അസോസിയേഷൻ എന്ന നിലയിൽ പ്രതിഷേധമുണ്ട്. BJP നേതാവ് VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ കോടതി വളപ്പിലെത്തി ബാർ അസോസിയേഷൻ നിലപാടിനെതിരെ സംസാരിച്ചു. അഭിഭാഷകരെ മർദ്ദിച്ച സംഭവത്തിലും BJP രാഷ്ട്രീയം കലർത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് അഭിഭാഷകർക്കിടയിൽ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. SSLC IT പരീക്ഷാ സോഫ്റ്റ്വെയർ ചോർത്തി. പയ്യന്നൂർ എയ്ഡഡ് ഗേൾസ് ഹൈസ്കൂളിലാണ് സോഫ്റ്റ്വെയർ ചോർത്തിയത്. പരീക്ഷാ ചീഫിന്റെ പാസ്വേഡ് ദുരുപയോഗം ചെയ്താണ് ക്രമക്കേട് നടന്നത്. വിവരങ്ങളുമായി തത്സമയം ജോഷ്ല ചേരുന്നു. ജോഷ്ല, പരീക്ഷ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ ഉദ്ദേശിക്കുന്നത്? വിവരങ്ങൾ. രശ്മി, വിദ്യാഭ്യാസ വകുപ്പിന്റെ അനാസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് SSLC പരീക്ഷാ സോഫ്റ്റ്വെയർ തന്നെ ചോർത്തപ്പെട്ടിരിക്കുന്നതിന്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. SSLC IT എക്സാം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കേണ്ട IT എക്സാം ചോദ്യപേപ്പറുകളാണ് ഡെപ്യൂട്ടി ചീഫിന്റെയും ഇൻവിജിലേറ്റർമാരിലൂടെയും ചോർത്തപ്പെട്ടിരിക്കുന്നത്. പയ്യന്നൂർ നഗരത്തിലെ ഒരു എയ്ഡഡ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നാണ് IT ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയത്. മാതമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ 8 സെറ്റുകളായി ചോർത്തിയിരിക്കുന്നത്. പെൻഡ്രൈവ്, മെമ്മറി കാർഡ് എന്നിവ ഉപയോഗിച്ച് ഇത് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് കൈമാറുകയായിരുന്നു. ഇത്തരത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നും പുറത്തേക്ക് വന്ന ചോദ്യപേപ്പർ മറ്റു കുട്ടികൾക്ക് ലഭിച്ചതോടെയാണ് നമുക്കും ഈ ചോദ്യപേപ്പർ ലഭിച്ചിരിക്കുന്നത്. യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത വിധത്തിൽ SSLC എക്സാം പോലും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതിന്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഡെപ്യൂട്ടി ചീഫ്, 4 കമ്പ്യൂട്ടറുകൾക്ക് ഒരു ഇൻവിജിലേറ്റർ എന്ന രീതിയിലാണ് എക്സാമിന്റെ ക്രമീകരണം. ഇവരുടെ കയ്യിൽ വ്യത്യസ്ത പാസ്വേഡുകളും ഉണ്ടായിരിക്കും. ഈ പാസ്വേഡുകളും അതുപോലെ വിദ്യാർത്ഥികളുടെ രജിസ്റ്റർ നമ്പറുകളും അപ്ലൈ ചെയ്തുകൊണ്ടാണ് ചോദ്യപേപ്പർ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഓരോ വിദ്യാർത്ഥികൾക്കും വ്യത്യസ്ത ചോദ്യപേപ്പറുകളാണ് ഉണ്ടായിരിക്കുക. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത രജിസ്റ്റർ നമ്പർ അപ്ലൈ ചെയ്തുകൊണ്ട് 8 സെറ്റ് ചോദ്യപേപ്പറുകൾ, അതായത് സോഫ്റ്റ്വെയർ തന്നെ ചോർത്തിയിരിക്കുന്നു എന്നതാണ് വ്യക്തമാക്കപ്പെടുന്നത്. ജോഷ്ലയാണ് വിവരങ്ങൾ നൽകിയത്. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ മന്ത്രി CN ബാലകൃഷ്ണനെതിരെ ത്വരിതാന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. വിദേശ മദ്യ കമ്പനികളിൽ നിന്ന് മന്ത്രി 5 കോടി രൂപ കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം. കൺസ്യൂമർ ഫെഡ് മുൻ MD റെജി ജി നായർ, പ്രസിഡന്റ് ജോയ് തോമസ്, മാനേജർ ജയകുമാർ എന്നിവർക്കെതിരെയും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡിന് മദ്യം എത്തിച്ചു നൽകുന്ന വിദേശ മദ്യ കമ്പനികളിൽ നിന്ന് 5 കോടി രൂപ കമ്മീഷൻ കൈപ്പറ്റിയെന്ന ആരോപണത്തിലാണ് മന്ത്രി CN ബാലകൃഷ്ണനെതിരെ ത്വരിതാന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. കൺസ്യൂമർ ഫെഡ് മുൻ MD റെജി ജി നായർ, മുൻ പ്രസിഡന്റ് ജോയ് തോമസ്, മുൻ മാനേജർ ജയകുമാർ എന്നിവർക്കെതിരെയും അന്വേഷണത്തിന് ഉത്തരവുണ്ട്. പൊതുപ്രവർത്തകൻ ജോർജ് വട്ടുകുളം നൽകിയ പരാതിയിലാണ് അന്വേഷണം. അന്വേഷണം വേണം, കോടതി തന്നെ പറഞ്ഞു അന്വേഷണം വേണം. അപ്പം മന്ത്രിയെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. കോടതി ഇതിൽ അന്വേഷണം വേണം, നടക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം 3 കാര്യങ്ങളിലാണ് പ്രത്യേകം നമ്മൾ കൊടുത്തതിൽ 18 കാര്യങ്ങളിൽ 3 കാര്യങ്ങളാണ് പ്രത്യേകം അന്വേഷിക്കാൻ വേണ്ടി കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. 125 കമ്പനികളിൽ നിന്ന് മദ്യം വാങ്ങിയതിൽ നാമമാത്രമായ കമ്പനികളുടെ ഇൻസെന്റീവ് മാത്രമാണ് കണക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ വിവിധ ജില്ലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അഴിമതി നടന്നെന്ന ആരോപണവും അന്വേഷിക്കാൻ ഉത്തരവുണ്ട്. മൊബൈൽ ത്രിവേണി വാഹനങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേടുകളും ത്വരിതാന്വേഷണത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകി. ഏപ്രിൽ 4-നകം ത്വരിതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജ് SS വാസൻ ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സോളാർ കമ്മീഷനെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയിൽ PP തങ്കച്ചനും സർക്കാരിനും വിശദീകരണം ആവശ്യപ്പെട്ട് കമ്മീഷൻ നോട്ടീസ് അയച്ചു. തങ്കച്ചൻ പറഞ്ഞ രീതിയിലാണ് സർക്കാർ ചിന്തിക്കുന്നതെങ്കിൽ കമ്മീഷൻ തുടരുന്നതിൽ കാര്യമില്ലെന്ന ജസ്റ്റിസ് ശിവരാജൻ. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ സരിതയുടെ ക്രോസ് വിസ്താരം ഈ മാസം 22-ലേക്ക് മാറ്റി. ഖേദം പ്രകടിപ്പിച്ചുള്ള ഷിബു ബേബി ജോണിന്റെ സത്യവാങ്മൂലം കമ്മീഷൻ അംഗീകരിച്ചു. UDF കൺവീനർ PP തങ്കച്ചൻ കമ്മീഷനെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ളവരുടെ പരാതിയെ തുടർന്നാണ് തങ്കച്ചനും സർക്കാരിനും നോട്ടീസ് അയക്കാൻ കമ്മീഷൻ ഉത്തരവായത്. കമ്മീഷൻ മുൻവിധിയോടെ പ്രവർത്തിക്കുന്നുവെന്നതടക്കമുള്ള പരാമർശങ്ങളാണ് ജസ്റ്റിസ് ശിവരാജൻ പരിശോധിച്ചത്. UDF കൺവീനർ പറഞ്ഞ രീതിയിലാണ് സർക്കാരും ചിന്തിക്കുന്നതെങ്കിൽ കമ്മീഷൻ തുടരുന്നതിൽ കാര്യമില്ലെന്ന് ജസ്റ്റിസ് ശിവരാജൻ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് സർക്കാരിനോടും തങ്കച്ചനോടും വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടത്. സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഹാജരായെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ഇന്ന് മൊഴി നൽകാനാവില്ലെന്ന് സരിതയുടെ അഭിഭാഷകൻ അറിയിച്ചു. കള്ളത്തരം പറയരുതെന്ന് കമ്മീഷൻ പറഞ്ഞു. ശബ്ദവിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞതായി സരിത കമ്മീഷനെ അറിയിച്ചു. മറ്റു കക്ഷികളുടെയും അഭിപ്രായം കേട്ട ശേഷം സരിതയുടെ വിസ്താരം ഈ മാസം 22-ലേക്ക് മാറ്റി. കമ്മീഷനെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയിൽ ഷിബു ബേബി ജോൺ സമർപ്പിച്ച വിശദീകരണ സത്യവാങ്മൂലം കമ്മീഷൻ അംഗീകരിച്ചു. കമ്മീഷനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തിയിട്ടില്ലെന്നും ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുന്നതെന്നടക്കമുള്ള മന്ത്രിയുടെ വാദം അംഗീകരിച്ച് കമ്മീഷൻ പരാതി തീർപ്പാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. KPCCക്കെതിരെ വക്കം പുരുഷോത്തമൻ. തെരഞ്ഞെടുപ്പ് തോൽവി പഠിച്ചു സമർപ്പിച്ച റിപ്പോർട്ട് നടപ്പാക്കാൻ KPCC ഭയപ്പെടുന്നു. പാർട്ടിക്ക് പുറത്തെ ശത്രുവിനേക്കാൾ പാർട്ടിക്കുള്ളിലെ ശത്രുവിനെ ഭയക്കണമെന്നും വക്കം പറഞ്ഞു. 2006 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടി പഠിക്കാൻ KPCC നിയോഗിച്ചത് വക്കം പുരുഷോത്തമനെ ആയിരുന്നു.
അന്ന് സമർപ്പിച്ച റിപ്പോർട്ട് നടപ്പാക്കാത്തതിൽ അതൃപ്തി വക്കം പുരുഷോത്തമൻ തുറന്നു പറഞ്ഞു. സത്യസന്ധമായി തയ്യാറാക്കിയ റിപ്പോർട്ട് നടപ്പാക്കാൻ KPCC ഭയപ്പെടുന്നു. പാർട്ടിക്കുള്ളിലെ ശത്രു പുറത്തെ ശത്രുവിനേക്കാൾ അപകടകാരിയാണെന്നും വക്കം പറഞ്ഞു. അതൊക്കെ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ പിന്നെ അതേ രീതിയിലുള്ള കുറ്റം ചെയ്യാൻ പാർട്ടി നേതാക്കന്മാർ ഭയന്നനെ. എന്തെങ്കിലും നടപടികൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പലപ്പോഴും സത്യസന്ധമായ റിപ്പോർട്ട് നൽകാറില്ല. റിപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടിയിലെ ഏതെങ്കിലും നേതാവായിരിക്കും. അദ്ദേഹത്തിനും ആരെയും പിണക്കാനായിട്ട് താല്പര്യം കാണില്ല. അതുകൊണ്ടൊരു ഉഴപ്പൻ റിപ്പോർട്ടുകളായിരിക്കും. ഞാൻ അങ്ങനെ ഒരു ഭയമോ ഭീതിയോ ഒന്നും ഇല്ലാതെ വളരെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കില്ലായിരുന്നു. പാർട്ടി തെരഞ്ഞെടുപ്പിലും മറ്റും പുറത്തുള്ള ശത്രുവിനേക്കാൾ അകത്തുള്ള ശത്രു കൂടുതൽ ഡാമേജ് ചെയ്യും. പാർട്ടിക്കുള്ളിൽ നിന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചവരെ കണ്ടെത്തി ശിക്ഷാ നടപടികളും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നുവെന്നും വക്കം പുരുഷോത്തമൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPCC ഭാരവാഹികളുടെയും DCC അധ്യക്ഷന്മാരുടെയും സംയുക്ത യോഗം തിരുവനന്തപുരത്ത് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിനായിട്ടാണ് യോഗം ചേർന്നത്. കളങ്കിത പ്രതിച്ഛായയുള്ളവർക്ക് സീറ്റ് നൽകരുതെന്ന യോഗത്തിൽ ആവശ്യമുയർന്നു. നിലവിൽ 4 ടേം MLA ആയിരിക്കുന്നവർക്ക് സീറ്റ് നൽകരുതെന്നും ചർച്ചയുണ്ടായി. ഗ്രൂപ്പും വ്യക്തി താൽപര്യവും മാത്രമാകരുത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡമെന്ന് TN പ്രതാപൻ പറഞ്ഞു. സിറ്റിംഗ് MLA-മാരുടെ വിജയസാധ്യത പരിശോധിക്കണമെന്നും പ്രതാപൻ പറഞ്ഞു. മതനിരപേക്ഷത, സാമൂഹിക നീതി, സുസ്ഥിര വികസനം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന ജനകീയ യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന പൊതുസമ്മേളനം CPI ദേശീയ സെക്രട്ടറി D രാജ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 27-ന് മഞ്ചേശ്വരത്ത് നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസി ദ്രോഹ നയങ്ങൾക്കെതിരെ കേരള പ്രവാസി സംഘത്തിന്റെ പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മനുഷ്യച്ചങ്ങല തീർത്താണ് പ്രവാസി സംഘം പ്രതിഷേധിച്ചത്. കവി ഏഴാച്ചേരി രാമചന്ദ്രൻ മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസിദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് കേരള പ്രവാസി സംഘം മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തീർത്ത പ്രവാസി മനുഷ്യച്ചങ്ങല കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ മണലാരണ്യങ്ങളിൽ ചുട്ടുപൊള്ളുന്ന വേനലിൽ ജീവിതം ഹോമിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരുടെ സർഗപരമായ ജീവിതത്തിന് നല്ല ഒരു പരിതസ്ഥിതി ഉണ്ടാക്കി കൊടുക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒന്നുമേ ചെയ്യുന്നില്ല. പ്രവാസികളുടെ പ്രശ്നങ്ങളോട് സർക്കാർ നിസ്സംഗത പുലർത്തുകയാണെന്ന് കേരള പ്രവാസി സംഘം പ്രസിഡന്റ് PT കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. പ്രവാസികൾ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജോലി ചെയ്യുന്നവർക്ക് യാതൊരു സുരക്ഷയുമില്ലാത്ത ഒരു കാലഘട്ടമാണ്. ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ട കേരള സർക്കാർ നിസ്സംഗരായി നിൽക്കുന്ന കാഴ്ചയാണ്. കേരള പ്രവാസി സംഘം ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ MLA, സംസ്ഥാന സെക്രട്ടറിമാരായ P സൈതാലിക്കുട്ടി, R ശ്രീകൃഷ്ണപിള്ള, AC ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ മനുഷ്യച്ചങ്ങലയിൽ അണിചേർന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മീൻ വാങ്ങാനും ഇനി മൊബൈൽ ആപ്ലിക്കേഷൻ. പ്രമുഖ സമുദ്രോൽപ്പന്ന കയറ്റുമതി സ്ഥാപനമായ ബേബി മറൈനാണ് ഡെയിലി ഫിഷ് എന്ന ആപ്ലിക്കേഷനുമായി ഇന്ത്യയിലെ ഓൺലൈൻ റീറ്റെയിൽ രംഗത്ത് ചുവടുറപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കൊച്ചിയിൽ ലഭ്യമാകുന്ന ഡെയിലി ഫിഷ് സമുദ്രോൽപ്പന്നങ്ങൾ www.dailyfish.in എന്ന വെബ്സൈറ്റിലൂടെയും ആൻഡ്രോയിഡ് ഫോണുകളിൽ ഡെയിലി ഫിഷ് ഇന്ത്യ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തും വാങ്ങാം. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബേബി മറൈൻ സീ ഫുഡ് റീറ്റെയിൽ MD-യും CEO-യുമായ അലക്സ് K തോമസ്, അലക്സ് K ബാബു, മനോജ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു.